പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ പ്രസംഗത്തിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാൻ എന്നതാണ്. ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമതായി, കർത്താവ് പഠിപ്പിച്ച പോലെ പ്രാർത്ഥിക്കുക. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ അവിടുന്ന് നമ്മോട് പറയുന്നു. നമ്മളും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ശീലിക്കുക. കർത്താവ് അടുത്തതായി പറഞ്ഞത് ജഡികാവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ പ്രാർത്ഥിക്കാനാണ്. നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അടുത്തതായി, ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കണം. പിശാചിന്റെ പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായി, ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ നാം ചെയ്യേണ്ടത് പ്രാർത്ഥനാശീലമുള്ളവരാകുക എന്നതാണ്. എന്തെങ്കിലും ആപത്ത് വരുമ്പോഴോ കാര്യസാധ്യതയ്ക്കായിട്ടോ മാത്രം പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ വിധമുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്ന് ചിന്തിക്കാൻ ന്യായമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെ ആവണം പ്രാർത്ഥന. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായാൽ ദൈവം പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദാനിയേൽ ദിവസം 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നതായി ബൈബിൾ പറയുന്നു. മൂന്നാമതായി, ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ നാം ചെയ്യേണ്ടത് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഒന്നിൽ കൂടുതൽ പേർ ചേർന്ന് ഒരേ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയാണ് ഇത്. വചനം ഇപ്രകാരം പറയുന്നു: ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സർവ്വസ്വനായ പിതാവ് നിറവേറ്റി തരും എന്ന്. നാലാമതായി, ദൈവം പ്രാർത്ഥന കേൾക്കാൻ നാം ചെയ്യേണ്ടത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മറുപടിക്കായി കാത്തിരിക്കുക എന്നതാണ്. ഭൂമിയിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിശ്ചിത സമയമുണ്ട്. ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരാനും പുറത്തു വരാനും ഒരു സമയമുണ്ട്. അതുപോലെ പകലും രാത്രിയും എല്ലാം നിയമബന്ധിതമായിരിക്കുന്നു. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഈ നിയമം ഉണ്ടാക്കിയ ദൈവം ഇത് പാലിക്കുന്നു. അതുകൊണ്ട് നാം ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവ തീരുമാനം വരുവോളം ക്ഷമയോടെ കാത്തിരിക്കുക. അഞ്ചാമതായി, ദൈവം പ്രാർത്ഥന കേൾക്കാൻ നാം ചെയ്യേണ്ടത് മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക എന്നതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവത്തെയോ മനുഷ്യരെയോ ഭയപ്പെടാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നതായി പറയുന്നു. ഈ ന്യായാധിപന്റെ അടുത്താണ് സഹായത്തിനായി ഒരു വിധവ ചെല്ലുന്നത്. പല പ്രാവശ്യം ഈ വിധവ അദ്ദേഹത്തെ സമീപിച്ച് സഹായം ആവശ്യപ്പെട്ടെങ്കിലും അയാൾ അവളെ അവഗണിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ വിധവ തുടർച്ചയായി അയാളെ ഈ വിധം അസഹ്യപ്പെടുത്തിയപ്പോൾ അയാൾ ആവശ്യമായ കാര്യം അവൾക്ക് ചെയ്തു കൊടുത്തു. അതുപോലെ യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം പ്രാപിച്ചതായ സംഭവം ബൈബിളിൽ ഉണ്ട്. ഇത് നമ്മോട് പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. നമുക്കൊരു പ്രാർത്ഥനാശീലം വേണം. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ വളരെയധികം സമയം പ്രാർത്ഥിച്ചിരുന്നു. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കണോ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കുന്നവരെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊരു മറുപടി ഞാൻ പറയാം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്നായി അറിയാം. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന ആത്മീയ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. അത് പ്രാർത്ഥന ദൈവ തീരുമാനത്തെ മാറ്റും എന്നുള്ളതാണ്. ബൈബിളിൽ നിന്ന് ഞാനിത് വ്യക്തമാക്കാം. ബൈബിളിൽ ഹെസ്കിയ രാജാവ് രോഗം വന്ന് മരിക്കാറായി. അപ്പൊ ദൈവം ഹെസ്കിയ രാജാവിനോട് പറയുന്നുണ്ട്, നീ എല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ ഉറപ്പായും മരിച്ചു പോകുമെന്ന്. അന്നേരം ഹെസ്കിയ രാജാവ് ഭിത്തിയോട് തിരിഞ്ഞു കിടന്ന്
ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ആയുസ് നീട്ടിത്തരണേ എന്ന്. ദൈവം ഈ പ്രാർത്ഥന കേട്ട് 15 കൊല്ലോടെ ഹെസ്കിയാ രാജാവിന് ആയുസ് നീട്ടിക്കൊടുത്തതായി ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു. ഹെസ്കിയാ രാജാവ് മരിച്ചു പോകുന്ന ദൈവം പറഞ്ഞപ്പോൾ ഹെസ്കിയാ രാജാവ് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഹെസ്കിയാ രാജാവ് ആ നിമിഷം മരിച്ചുപോയാൽ. ആ ഹെസ്കിയാ രാജാവ് പ്രാർത്ഥിച്ചത് കൊണ്ട് അതിന്റെ ഫലമായി 15 വർഷം കൂടി ഹെസ്കിയാ രാജാവിന് ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഒരു 25 വയസ്സുള്ള ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്നാണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ആ ക്യാൻസർ മൂലം ആ വ്യക്തി മരിച്ചു പോവുകയുള്ളൂ. അതേസമയം നമ്മൾ കർശനമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് ഇത് മാറ്റി തരണമെന്ന് നിർബന്ധം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദൈവം ആ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ ആ ക്യാൻസർ സുഖപ്പെട്ട് ഒരു 100 വയസ്സ് വരെ അദ്ദേഹം ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ 100% ആ രോഗത്തോടു കൂടി നമ്മൾ മരിച്ചു പോകാനാണ് സാധ്യത. അതേസമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ദൈവ തീരുമാനത്തെ മാറ്റും. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിർബന്ധപൂർവം പ്രാർത്ഥിക്കണം. നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് നമുക്ക് 100% അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ദൈവത്തോട് നിർബന്ധം പറഞ്ഞ് പ്രാർത്ഥിക്കാവുള്ളൂ. നമ്മൾ 100 ഇപ്പം വലിയ രോഗം വന്ന് മരിക്കുവാണ്, നമ്മൾ മരിച്ചു പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ അത് മാറ്റി തന്നെ നമുക്ക് നിർബന്ധം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. അതേസമയം ധാർമ്മികതയില്ലാത്ത, നീതിയില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒത്തിരി നിർബന്ധം പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഇനി സാധാരണ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല ദൈവമായിട്ട് ബന്ധമുള്ള പ്രാർത്ഥനാക്കാരെ സമീപിക്കുക. അങ്ങനെയുള്ള പ്രാർത്ഥനാക്കാർ, ദൈവമായിട്ട് ബന്ധമുള്ളവരെ സമീപിച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ, നമ്മൾ സാധാരണക്കാർ ദൈവത്തോട് പറയണേക്കാളും കൂടുതലായിട്ട് ഈ പ്രാർത്ഥനാകാരൻ പറയുന്നത് ദൈവം കേൾക്കും. അതിന്റെ ഒരു രഹസ്യം എന്നാന്ന് വെച്ചാൽ, ഈ പ്രാർത്ഥനാകാര് എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ദൈവമായിട്ട് നല്ല ബന്ധമുള്ളവരുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും. അതാണ് അതിന്റെ രഹസ്യം. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ശക്തിയുള്ള ദൈവവുമായിട്ട് ബന്ധമുള്ള ദൈവത്തിന്റെ ആവശ്യത്തിനെ സമീപിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ ഫലത്തെ പിശാചിന് കുറച്ചു ദിവസമൊക്കെ തടസ്സപ്പെടുത്തി വെക്കാൻ പറ്റും. ഇത് ബൈബിളിൽ നിന്ന് ഞാൻ വ്യക്തമാക്കാം. ദാനിയേല് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ദാനിയേലിന്റെ മറുപടി ദൈവം ഒരു ദൈവദൂതന്റെ കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നു. ആ ദൈവദൂതനെ പിശാച് കുറച്ചു ദിവസം തടഞ്ഞതായിട്ട് ബൈബിളിൽ കാണുന്നു. അപ്പൊ നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥന നിർത്തരുത്. അതായത് പിശാച് കുറച്ചു ദിവസമൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലത്തെ തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കണ വരെ പ്രാർത്ഥിക്കണം. അല്ലാതെ ഇത്ര ദിവസം എന്നൊന്നുമില്ല. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരെ പ്രാർത്ഥിക്കണം. അതാണ് ശരിയായ പ്രാർത്ഥന. അതുപോലെ തന്നെ ഒരു സംഭവം ഞാൻ പറയാം. ഒരു ദൈവദാസൻ വലിയൊരു ധ്യാന പരിപാടി നടത്തുകയാണ്. പണ്ടത്തെ കാലത്താണ്. അപ്പൊ അന്ന് ആ ധ്യാന പരിപാടിക്ക് വരുന്നവർക്കായി കൊടുക്കാനായിട്ട്, ഇറച്ചി കൊടുക്കാനായിട്ട് 2 പോത്തിനെ വേണം. അപ്പൊ ധ്യാനഗുരുവിനാണെങ്കിൽ പോത്തിനെ മേടിക്കാനുള്ള പൈസയില്ല. അപ്പൊ ധ്യാനഗുരു ഈ ധ്യാനം തുടങ്ങുന്നതിന്റെ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥന തുടങ്ങി, ദൈവമേ എനിക്ക് ഈ ധ്യാനത്തിന് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ 2 പോത്തിനെ അങ്ങ് തരണമേ എന്ന്. അങ്ങനെ ധ്യാനഗുരു ഒരു 1-2 ആഴ്ച പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ധ്യാനഗുരു ഒരു സുപ്രഭാതത്തിൽ ധ്യാനഗുരു ഓർത്തു, എന്നാലും പോത്തിന് 2 ആഴ്ചയായിട്ട് പോത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് ദൈവം തരുന്നില്ല, അതിന് മറുപടി ഇല്ലായിരിക്കും എന്ന് കരുതി ധ്യാനഗുരു കടം മേടിച്ച് 2 പോത്തിനെ മേടിച്ച് ആ സദ്യ നടത്തി. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഈ ധ്യാനഗുരു കടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇതായിരുന്നു, വലിയൊരു പെരുമ്പാമ്പ് കിടക്കുന്നു. അപ്പൊ ധ്യാനഗുരു സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ആ പെരുമ്പാവിന്റെ വയറ് നല്ല വീർത്തിരിക്കുന്നു. അപ്പൊ ഈ ധ്യാനഗുരു ഒന്നോടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ധ്യാനഗുരുവിന് ഒരു കാര്യം മനസ്സിലായി, ഈ പെരുമ്പാമ്പിന്റെ വയറ്റില് 2 പോത്താണ് എന്ന് മനസ്സിലായി. ഈ ധ്യാനഗുരു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അന്നേരം ഈ ധ്യാനഗുരു ഒരു ദൈവസ്വരം കേട്ടു. ആ ദൈവസ്വരം ഇതായിരുന്നു, നീ 2 പോത്തിനെ വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോ തന്നെ 2 പോത്തിനെ ഞാൻ അവിടുന്ന് അയച്ചതാണ്, നിനക്ക് വേണ്ടി അയച്ചു തന്നതാണ്. അത് നിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നീ അവിശ്വാസം പറഞ്ഞു, നീ അത് ദൈവം തരുമെന്ന് വിശ്വസിച്ചില്ല, അതുമൂലം ആ 2 പോത്തിനെയും പിശാച് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറഞ്ഞത്.
അപ്പൊ ഇതൊരു ദേവദാസന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, പിശാചിന് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലത്തെ കുറച്ച് ദിവസമൊക്കെ തടസ്സപ്പെടുത്തി വെക്കാൻ പറ്റും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അടുത്ത ദിവസം തന്നെ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന നിർത്തരുത്, നമ്മൾ അത് കിട്ടും വരെയും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യരായി മാറാം. നമ്മൾ അനുദിനം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവവുമായിട്ട് നല്ല ബന്ധം വരും. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം പെട്ടെന്ന് കേൾക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് വരും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.